ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കിന്നക്കോര നമുക്കുണ്ടായ അനുഭവമാണേ. ഇതാണ് എല്ലാവരും പറയുന്ന കിന്നക്കോര. ഒരുപാട് മലയാളികൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലം കാണാൻ വേണ്ടി. അപ്പൊ അത് റീൽസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ വീഡിയോ കണ്ടിട്ടാണ് ആളുകൾ വരുന്നത്. ഇവിടെ എന്താണ് ആക്ച്വലി കാണാനുള്ളത്? ഇവിടെ എന്താണ് കാണാനുള്ളത്? ഇവിടെ ഈ വില്ലേജ് ടീ എസ്റ്റേറ്റ് ഇരികളാണ്. ഇത് മറ്റും ഇൻഡിഗോ ടീ ചായ ഫാക്ടറി. പിന്നെ ഇവിടെ നിന്ന് അതാ മേലെ ഷിവറോക്ക് മരം ഉണ്ട്. ആ മരം ചോട്ടില് സൈഡിൽ ഒരു മൺ റൂട്ട് പോകുന്നുണ്ട്. അതിൽ ഒരു 100 മീറ്റർ പോയാൽ അവിടെ നിന്ന് നല്ല മിസ്റ്റ് ഇല്ലെങ്കിൽ മഞ്ഞില്ലെങ്കിൽ മഞ്ഞില്ലെങ്കിൽ അതില് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞാൽ കോയമ്പത്തൂർ ഈ ഭാഗം കാണാം. റൈറ്റ് സൈഡ് തിരിഞ്ഞാൽ അട്ടപ്പാടി ആനയിട്ട് ആ ഭാഗം കാണാം. അതാണ് മെയിൻ ഇതാണ് ഉള്ളത്. ഇവിടെ സ്റ്റേ ഒന്നുമില്ലല്ലോ. ഇവിടെ റൂം കിട്ടൂല, ഫുഡ് കിട്ടൂല. ഇത് ലെഫ്റ്റിലേക്ക് കിന്നക്കോര, റൈറ്റിലേക്ക് അപ്പർ ഭവാനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന 2 വഴികളാണിത്. കിന്നക്കോര എന്ന് പറയുന്ന ഇവിടുന്ന് 16 കിലോമീറ്റർ ചെറിയ നാരോ റോഡാണ്, റിസ്കി റോഡാണ്. പോകുന്ന വഴി കുറച്ച് വ്യൂ ഒക്കെ ഉള്ള റോഡുകളാണ്, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പിന്നെ ഏതോ റീൽസിലൊക്കെ കണ്ടു 3 മണിക്കൂർ മാത്രം സൂര്യൻ ഉദിക്കുന്ന സ്ഥലം എന്നൊക്കെ. ചുമ്മാ പറയുന്ന നമ്മൾ രാവിലെ വന്നിട്ട് ഇതുവരെ ഇപ്പം ഏകദേശം സമയം 3 മണി ആയി. ഇത്രയും നേരം നല്ല വെയിലായിരുന്നു. അപ്പർ ഭവാനി എന്ന് പറഞ്ഞാൽ ഏതൊരു ഡാമിലേക്കുള്ളതാണ്. അത് ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ പിന്നെ അടുത്ത് തന്നെ ചെക്ക് പോസ്റ്റാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അലൗഡ് അല്ല. പിന്നെ അത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഏതൊരു സ്ഥലമാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കിന്നക്കോര